വളാഞ്ചേരിയിലെ ബെറ്റർ എംപ്ലോയി ക്യാമ്പസിൽ ഇൻഡസ്ട്രിയിലെ വിദഗ്ധനും സ്ഥാപനത്തിലെ പരിശീലന വിദ്യാർത്ഥികളും തമ്മിൽ സംവാദം സംഘടിപ്പിച്ചു. ക്യാമ്പസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് ശിഹാബാണ് അതിഥിയായി എത്തിയത്. 2004 ബെറ്റർ എംപ്ലോയി ആർക്കി ക്യാമ്പസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് ശിഹാബാണ് സംവാദ പരിപാടിയിൽ അതിഥിയായി എത്തിയത്. ഇരുവരും ഒരേ വേദിയിൽ ഒത്തുചേർന്ന് തങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവച്ചത് വേറിട്ട അനുഭവമാണ് പകർന്നത്. നിലവിൽ MJ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്, ടെക്നിക്കൽ ഡിസൈൻ ടീം എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ് ശിഹാബ്. ഇന്റീരിയർ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾക്കായി പ്രായോഗിക രംഗത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. ഡിസൈനിംഗ് രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും ട്രെൻഡുകളെക്കുറിച്ചും മുഹമ്മദ് ശിഹാബ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ബെറ്റർ എംപ്ലോയിൽ നിന്ന് 2002-2003 ഇയറിൽ പാസ് ഔട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബെറ്റർ എംപ്ലോയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് സ്റ്റുഡൻസിന് എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കാണിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നതായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് ആവട്ടെ എപ്പോഴും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് അവർക്ക് ഒരു പോസ്റ്റിംഗ് കൊടുക്കേണ്ടത്, പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് എവിടെയൊക്കെ ജോലി ഇൻ്റർവ്യൂക്ക് വേണ്ടി നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ എംപ്ലോയിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളും എല്ലാവരും ജോലി 100% അഷ്യൂരിറ്റി ഇവർ തരുന്നുണ്ട്. അത് എനിക്കും സെൽഫായിട്ട് അതെനിക്ക് പറയാൻ പറ്റും. കാരണം അത് ആ ഒരു റിക്വയർമെൻറ്റ് എനിക്കറിയാം. ഇവിടെ എന്താണ് പഠിപ്പിച്ച് വിടുന്നതും അതിൻ്റെ വാല്യൂ എന്തുണ്ടെന്നുള്ളതും ഈ കഴിഞ്ഞ 18 വർഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ നല്ല ട്രെയിനിങ് ആണ് നമുക്ക് ബെറ്റർ എംപ്ലോയിയിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബാംഗ്ലൂർ, ഇന്ത്യയിലെ ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാവരും നമുക്ക് ഈ ഒരു ജോബ് വേക്കൻസി, ജോബിന് ആവശ്യമുള്ള ഒരു സംഭവമാണിത്. ഈ ഒരു എല്ലാ കമ്പനി ആവട്ടെ, ഒരു IT, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ആവട്ടെ, ഒരു ഇൻറ്റീരിയർ ഫീൽഡ് ആവട്ടെ, ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രാഫ്റ്റ്മാൻ്റെ ജോബ് വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ സൈറ്റിലുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഓരോ ബാച്ചുകാർക്കും ഇവർ സൈറ്റ് വിസിറ്റിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം മുന്നേ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബാച്ച് ടീം. ഉമ്മർ സാറ് എല്ലാവരും വന്നിട്ടുണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും സാറ്റിസ്ഫാക്ഷനാണ്, ഹാപ്പി ആയിരുന്നു. ബെറ്റർ എംപ്ലോയി ഡയറക്ടർമാരായ ഉമ്മർ പാലകത്ത്, MN നാരായണൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. സ്ഥാപനത്തിന്റെ സ്നേഹോപഹാരവും കൈമാറി. ഷിഹാബ് വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അതുപോലെ കോൺഫറൻസ് ടൂറിസത്തിനൊക്കെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, അത് സർവീസ് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു വലിയ സ്ഥാപനത്തിലാണ് ഷിഹാബ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഡിസൈനിൻ്റെ എക്സിക്യൂഷൻ്റെ ചുമതല വഹിക്കുന്ന ആളായിട്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മളുടെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തതിൽ നമ്മളുടെ സന്തോഷം അറിയിക്കുന്നു. യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് സ്കിൽ സർട്ടിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ തന്നെ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതും ഏറ്റവും ജോലിയോടൊപ്പം തന്നെ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ പീരിയഡാണ്, അതുകൂടി ശ്രദ്ധിക്കുക. +2 കഴിഞ്ഞവർക്കായി ബാച്ചലർ ഓഫ് ഇൻറ്റീരിയർ ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണെന്ന് സ്ഥാപനം അറിയിച്ചു. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. കാരണം ഷിഹാബ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കിട്ട വർക്കിൻ്റെ ഇടയിലും ഇവിടെ വന്നു നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയൊരു അവസരം, 18 വർഷമായിട്ട് ഇവിടുന്ന് 2003 കാലഘട്ടത്തിൽ പഠിച്ചു പോയി ബാംഗ്ലൂർ, അതുപോലെ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്. അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ കുട്ടികളായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അവിടെ പോവുകയും അവരെ ഒരു വലിയ പ്രോജക്റ്റുകൾ, ഒരു മറ്റേ വാട്ടർഫാളിങ്ങിൻ്റെ അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണിക്കാനും നമ്മുടെ സ്റ്റുഡൻസിനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ബാംഗ്ലൂരിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വളരെ വലിയ ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞു തന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതുപോലത്തെ നമ്മളെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആളുകൾ, നമ്മളെ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ നമ്മളിവിടെ കൊടുന്ന് അവരെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം ഈ +2 ഒക്കെ എക്സാം കഴിഞ്ഞൊരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഒരു
അവരൊരു പുതിയ ബാച്ചുകൾ ഡിഗ്രി തലത്തിലും കൂടി നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BSc ലെവലിൽ BVOC എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രി യൂണിവേഴ്സിറ്റി കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്മിഷൻ സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് ഒരു ഡിസൈനർ ആവണം, ഒരു ആർക്കിടെക്ചർ മൈൻഡുള്ള ആളുകളൊക്കെ നമ്മുടെ ഇത്തരം കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്താൽ 100% നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. കാരണം നമ്മളിന്ന് ഇന്നലെ തുടങ്ങിയതല്ല, നമുക്ക് ഒരുപാട് വർഷത്തെ ഒരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരിക്കലും നമ്മളൊരു പൈസ അന്ന് കണ്ട് മോട്ടിവേറ്റ് ചെയ്ത് ഇതിൽ ഇറങ്ങിയതല്ല, നമുക്കൊരു പാഷനാണ്. ഇന്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബ്ലഡിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെയും ബാംഗ്ലൂരും ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കുന്നു. അതാണ് നമ്മുടെ ഒരു മെയിൻ എയിം, ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് നല്ല ഒരു ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ്, ബിൽഡേഴ്സ്, അതുപോലെ എൻ്റെ ബിസിനസ് സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മളെ കുട്ടികളെ എത്തിക്കുക. അപ്പോൾ നമ്മളൊരു തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 100% അവരെ ഇതുപോലെയുള്ള ഇതിൽ പോലെയുള്ള ആളുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു മാർക്കറ്റിലേക്ക് എത്തിച്ചേരുന്ന 100% ഒരു ഉറച്ച കോൺഫിഡൻറ്റോടു കൂടി ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.